എത്തിയിട്ടുണ്ട്. നമ്മുടെ നവകേരള ബസ് വീണ്ടും നിരത്തിലിറക്കിയിട്ടുണ്ട്. രൂപമാറ്റമൊക്കെ വരുത്തി കുളിച്ച് കുട്ടപ്പനാക്കി ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ബസ്സിലെ പരിഷ്കാരങ്ങളെ പറ്റി പറയാം. 11 സീറ്റുകളാണ് അധികമായി ബസ്സിൽ ഘടിപ്പിച്ചത്. ആകെ ഇപ്പോൾ 37 സീറ്റുകളായി. എസ്കലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കി പകരം മുൻഭാഗത്ത് മാത്രം ഡോർ നിലനിർത്തി. ശൗചാലയം ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. സർവീസ് പുനരാരംഭിക്കുമ്പോൾ ബസിന്റെ നിരക്കും കുറച്ചിട്ടുണ്ട്. ഇന്നലെ ബംഗളൂരു കോഴിക്കോട് യാത്രയിൽ ഈടാക്കിയത് 930 രൂപയായിരുന്നു. നേരത്തെ 1280 രൂപയായിരുന്നു നിരക്ക്. ബസ് കട്ടപ്പുറത്തായത് വിവാദവുമായിരുന്നു. 1.16 കോടി രൂപയ്ക്കാണ് നവകേരള ബസ് വാങ്ങിയത്. 26 സീറ്റുകളായിരുന്നു അന്ന് ബസ്സിൽ ഉണ്ടായിരുന്നത്. 11 ലക്ഷം രൂപ വരുന്ന ബയോ ടോയ്ലറ്റ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, ആഹാരം കഴിക്കാൻ പ്രത്യേക സ്ഥലം, വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ബസ്സിലുണ്ടായിരുന്നു. പിന്നീട് നവകേരള ബസ് KSRTC സർവീസ് ആക്കി മാറ്റുകയായിരുന്നു. എന്നാൽ സർവീസ് പിന്നീട് നഷ്ടത്തിൽ കലാശിച്ചു. യാത്രക്കാർ കുറഞ്ഞു. സർവീസ് നഷ്ടത്തിലായതോടെ രൂപം മാറ്റാനായി ബംഗളൂരുവിലേക്കും ബസ് കൊണ്ടുപോവുകയായിരുന്നു. ബംഗളൂരുവിലേക്കുള്ള കന്നി യാത്ര തന്നെ നവകേരള ബസ്സിന് തകരാറും സംഭവിച്ചു. പ്രശ്നപരിഹാരമൊക്കെ നടത്തിയുള്ള ബസിന്റെ വരവ് ഒരു 1.5 വരവായിരിക്കും. എന്തായാലും ബസ് കയറ്റിയും ഇറക്കിയും കോടികൾ മാറി മറിയുന്നുണ്ട്.